ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അതായത് കൊമേഴ്സിനകത്തെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എന്താണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? അതായത് എന്താണ് സോഫ്റ്റ്വെയർ എന്ന് നമുക്കറിയാം. സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. അത് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്താവശ്യമാണ്? പ്രോഗ്രാംസ് ആവശ്യമാണ്, അതായത് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. സോഫ്റ്റ്വെയറിന് പല തരത്തിൽ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് സോഫ്റ്റ്വെയറിന്റെ. അതിലൊരു ക്ലാസിഫിക്കേഷൻ ആണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നാണ്. അപ്പോൾ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ എ സ്പെസിഫിക് അപ്ലിക്കേഷൻ. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഫോണിനകത്തെ ആപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ആപ്പുകൾ, ഓരോ ഫോണിനകത്ത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫിക് അപ്ലിക്കേഷൻ ചെയ്യുവാനുണ്ടായിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആൻഡ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ പാക്കേജ് ആൻഡ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ പാക്കേജ്. അപ്പോൾ ജനറൽ പർപ്പസും ഉണ്ട്, സ്പെസിഫിക്കും ഉണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, അങ്ങനെ അതുപോലെ തന്നെ എക്സൽ, നമുക്കറിയാം ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്നെന്താണ്? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ പാക്കേജും ഉണ്ട്, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം, എന്താ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പറയുക? അപ്പൊ ജിംബ് ഉണ്ട്. ജിംബൊക്കെ നിങ്ങൾ 10th പഠിച്ചതാണ്, ജിംബ്. അതുപോലെ തന്നെ പേറോൾ സിസ്റ്റം, എയർലൈൻ റിസർവേഷൻ സിസ്റ്റം, ടാലി എന്ന് പറയുന്നത് ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന, കൊമേഴ്സിനകത്ത് വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസറിനെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ട് ടൈപ്പ് ഉണ്ട്, അതായത് ജനറൽ പർപ്പസും ഉണ്ട്, സ്പെസിഫിക് പർപ്പസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ പർപ്പസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളെ കുറിച്ചിട്ടാണ്. ജനറൽ പർപ്പസ് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ. ഇതല്ല, ജനറൽ പർപ്പസ് പറയും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂസ് ടു പെർഫോം എന്താ പറയുക, ഓപ്പറേഷൻ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? പല തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള എന്ത് ഉപയോഗിക്കാം? ഈ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിനകത്തുള്ള അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്തുള്ള ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇവിടെ ഡെവലപ്ഡ് കീപ്പിംഗ് മൈൻഡ് ദ വേരിയസ് റിക്വയർമെന്റ്സ് ഓഫ് ഇറ്റ്സ് യൂസർ ആണ്. യൂസറിന്റെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ നമുക്കൊരു വേർഡ് പ്രോസസ്സിംഗ് ആണ്, നമുക്ക് MS വേർഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അറിയാം. MS വേർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കൊരു ഫയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ നമ്മളൊരു CV ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ആ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് MS വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് യൂസ് ടു പെർഫോം ഇൻ എ പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ ഏരിയ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ക്രിയേഷൻ, ഒരു പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ ഏരിയ ആണ്. ഡോക്യുമെന്റ് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് ഒരു പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ ഏരിയ ആണ്. പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ സ്പ്രെഡ്ഷീറ്റ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? കാൽക്കുലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുക. ഒരു പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ ഏരിയക്കകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ സാധാരണഗതിയിൽ മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റർ ഒക്കെയാണ് നമ്മൾ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്, അല്ലേ? ടൈപ്പ് റൈറ്റിംഗ് മെഷീനൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മളൊരു പേപ്പർ അതിനകത്ത് വെക്കുന്നു, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ പേപ്പർ ചുരുട്ടി കളയണം.
പക്ഷെ അതുപോലെയല്ല ഇപ്പോൾ നമുക്കൊരു ഡാറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് തിരുത്താം, നമുക്കത് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നീട് ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറുകളാണ്. ഈ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓരോന്ന് ഡിസ്കസ് ചെയ്യും, അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും: വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പറയുക, എന്താണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പറയുക, ഡാറ്റ ബേസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ പറയുക. അത്തരത്തിലുള്ള ജനറൽ പർപ്പസ് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ നമുക്ക് എന്ത് വിളിക്കാം? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു, ഒന്ന് ജനറൽ പർപ്പസും ഒന്ന് സ്പെസിഫിക് പർപ്പസും. ഒരു പെർട്ടിക്കുലർ ഏരിയക്കകത്തുള്ള ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ടാവും. ഈ പറയുന്ന സോഫ്റ്റ്വെയറിന് ഒത്തിരി ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നോക്കാം എന്താണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിനകത്ത് വരുന്നത് എന്താണ്? ഡിസൈൻ ടു ക്രിയേറ്റ് ആൻഡ് മോഡിഫൈ ഡോക്യുമെന്റ്സ് ആണ്. എന്താ പറയുക? ഡോക്യുമെന്റ്സുകൾ ഉണ്ടാക്കാൻ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഈസ് ഡിസൈൻ ടു ക്രിയേറ്റിംഗ് ആൻഡ് മോഡിഫൈങ് ഡോക്യുമെന്റ്സ്. ഒരു ഡോക്യുമെന്റ് ഡിസൈൻ ചെയ്യുവാനും അല്ലെങ്കിൽ അതിന് ക്രിയേറ്റ് ചെയ്യുവാനും അതിനെ മോഡിഫൈ ചെയ്യുവാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു CV ഉണ്ടാക്കണം, നിങ്ങളുടെ ബയോഡാറ്റ ഉണ്ടാക്കണം. ആ ബയോഡാറ്റയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഈ പറയുന്ന വേർഡ് പ്രോസസ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഈ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും തെറ്റ് വന്നാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ഫയൽ ടൈപ്പ് ചെയ്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്ലർക്കൊക്കെ ആണെങ്കിൽ, ഒരു ഓഫീസിലെ ക്ലർക്കാണ്, അവർ ഒരു തവണ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും അതേ ടൈപ്പ് ഡോക്യുമെന്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സേവ് ചെയ്ത് വെച്ചുള്ള ഡോക്യുമെന്റിനെ റിട്രീവ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ള സമയത്തൊക്കെ അതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ടെക്സ്റ്റൈൽ ഫോർമാറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു, അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. പല ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. ഇവിടെ കൊണ്ട് ഡിഫറെന്റ് ഫോൺസ്. പണ്ടൊക്കെ മുന്നേ കാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റിംഗ് മെഷീനൊക്കെ ഒരൊറ്റ ഫോണ്ടേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഫോണ്ട് മാറ്റാനൊന്നും കഴിയില്ല. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ അടിക്കണം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ അടിക്കണം. അപ്പൊ ഇവിടെ എങ്ങനെയല്ല, ഇവിടെ നമ്മൾ ഡിഫറെന്റ് ഫോൺസ്, ഡിഫറെന്റ് കളേഴ്സ്, പല രീതിയിൽ ബോൾഡ്, ഇറ്റാലിക്, അതിന്റെ ഫേസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാം. അപ്പോൾ പാരഗ്രാഫ് സെറ്റിംഗ് ചെയ്യാൻ പറ്റും, നമ്പറിങ് ചെയ്യാൻ പറ്റും, ബുള്ളറ്റിംഗ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാം, ടാബുലാർ കോളംസ് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ വേർഡ് പ്രോസസ്സിംഗ്. അപ്പോൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഡോക്യുമെന്റുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഡോക്യുമെന്റുകളെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്ത് വിളിക്കാം? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കാം അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്പെൽ ചെക്ക് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്കുകൾ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ചാർട്ട്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ടേബിൾസ് ഇൻസേർട്ട് ചെയ്യാം, ഇമേജ് ഇൻസേർട്ട്. അങ്ങനെ നമ്മൾ ഡോക്യുമെന്റിനെ വളരെ രസകരമായിട്ട് ആ ഡോക്യുമെന്റിനെ പെർഫെക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഈ പറയുന്ന വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഇതിനകത്ത് നമുക്ക് പറയാം ഹെഡേഴ്സ്, ഫൂട്ടേഴ്സ്, നമ്പറിംഗ് ഒക്കെ. നമുക്ക് എല്ലാ പേജിലും നമ്പർ ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹെഡറും ഫൂട്ടറും അല്ലെ, ഹെഡേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡോക്യുമെന്റ്സിനൊക്കെ ഹെഡേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ 1 അല്ലെ, ഓരോ പേജിലും നമ്പേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫൂട്ടർ താഴെ ഇങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു പേജിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അടുത്ത പേജിനകത്തേക്ക് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ആവും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്പെൽ ചെക്ക് ഉണ്ട്, ഗ്രാമർ ചെക്ക് ഉണ്ട്, നമുക്ക് ഫോണ്ട് മാറ്റാം, ഫോണ്ട് കളർ മാറ്റാം, പാരഗ്രാഫ് സെറ്റ് ചെയ്യാം, ബുള്ളറ്റ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു ക്ലിയർ ആയിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കാം. വളരെ വൃത്തിക്ക് അല്ലേ, ഭംഗിയായിട്ട് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ആര് സഹായിക്കും? വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ് സഹായിക്കും. അങ്ങനെയുള്ള വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് MS വേർഡ്. നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്ന, എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണത് MS വേർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ഓഫീസ് റൈറ്റർ. ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ഈ ഉബുണ്ടുവിനകത്തൊക്കെ വരുന്ന, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്പൺ ഓഫീസ് റൈറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ സ്കൂളിനകത്ത് 10th അതുപോലെ തന്നെ 9th നമ്മൾ IT ആയിട്ട് സ്കൂളിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ. അപ്പോൾ അതിന് എക്സാമ്പിൾ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് MS വേർഡ്, ഓപ്പൺ ഓഫീസ് ഒക്കെ എന്ന് പറയുന്നത്, ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നതൊക്കെ. ഓക്കെ ആണോ? അപ്പോൾ എന്തിനു വേണ്ടി വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു? ക്രിയേറ്റിംഗ് ആൻഡ് മോഡിഫൈങ് ഡോക്യുമെന്റ്.
ഡോക്യുമെന്റ് ഉണ്ടാക്കുവാനും അതിനെ മോഡിഫൈ ചെയ്യാൻ, ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെ നമുക്ക് മോഡിഫൈ ചെയ്യുവാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറയുന്ന വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. അടുത്തത് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അനദർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്ത് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിനകത്തുള്ള വരുന്നതാണത് ഈ പറയുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് പറയാ, കാൽക്കുലേഷൻസ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ്. നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാവുക. ഓക്കെ, ഈ റോസ് ആൻഡ് കോളംസ് ആയിട്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ A, B, C, D ഇങ്ങനെ പോകും, അല്ലെങ്കിൽ 1, 2, 3 അങ്ങനെയാണ് പോവുക. ഓക്കെ, അങ്ങനെ പോകും. അപ്പോൾ റോസും കോളംസുമായിട്ട് ടാബുലാർ ഫോമിനകത്ത് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാം വളരെ ഈസി ആയിട്ട്, വളരെ വൃത്തിക്ക് നമുക്ക് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്പ്രെഡ്ഷീറ്റ്. ഒരു പേപ്പർ വർക്ക് ഷീറ്റ് പോലെ തന്നെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന്. ശരിക്കും പറഞ്ഞാൽ പേപ്പർ വർക്ക് ഷീറ്റിനെ ഇലക്ട്രോണിക്കൽ മെത്തേഡിലേക്ക് മാറ്റുന്നതാണെന്ത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സൽ ഒക്കെ നമ്മൾ പറയും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നതാണ്? പെർഫോം കാൽക്കുലേഷൻസ് അല്ലേ, സോഫ്റ്റ്വെയർ ആണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഈസ് അലോ യൂസർ ടു പെർഫോം കാൽക്കുലേഷൻ. വളരെ നമുക്ക് ഒരു സ്പ്രെഡ്ഷീറ്റിന് കാൽക്കുലേഷൻ മാത്രമല്ല നമുക്ക് ചെയ്യാൻ കഴിയുക. ഇപ്പൊ നമുക്ക് റോസ് ആൻഡ് കോളംസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്ന സമയത്ത് ഇത്ര ഓവറിൽ ഇത്ര റൺസ് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെ ഗ്രാഫൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, ഇത്ര ഈ ഓവറിൽ ഇങ്ങനെ റൺസ് കുറഞ്ഞു ഇല്ലേ, കൂടി എന്നൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ടാബുലാർ കോളത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയെ നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനകത്ത് ചാർട്ടുകളായിട്ട്, പൈ ചാർട്ടുകളായിട്ട് അല്ലെങ്കിൽ കോളം ചാർട്ടുകളായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കുവാൻ നമുക്ക് എവിടെ കഴിയും, ഈ പറയുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിനകത്ത് കഴിയും. അപ്പൊ എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, കാൽക്കുലേഷൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അല്ലെ. മൾട്ടിപ്പിൾ സെൽസ് ആണ് ദാറ്റ് മേക്ക് എ ഗ്രിഡ്. ഒത്തിരി എന്തുണ്ടാവും, ഒത്തിരി സെൽസ് ഉണ്ടാവുക. സെൽ എന്ന് പറയുന്നത് എന്താണ്, ഈ കോളംസും റോസും ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്തെയാണ് എന്ത് പറയുക, സെൽ എന്ന് പറയുക. ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ സെല്ലിന് ഒരു നെയിമും ഉണ്ടാവും, അതിന് നമ്പർ ഉണ്ടാവും. ഓക്കെ, ആ കോളം നെയിം ഉണ്ടാവും, റോ നമ്പർ ഉണ്ടാവും. ഒന്നാമത്തെ റോ ആണോ, രണ്ടാമത്തെ റോ ആണോ, മൂന്നാമത്തെ റോ ആണോ ഉണ്ടാവും. അതുപോലെ തന്നെ കോളം നെയിം ഉണ്ട്. അപ്പൊ A1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നാമത്തെ അല്ലേ, A1 A2 എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന കോളത്തിലെ, അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നു, കാൽക്കുലേഷന്. ഇറ്റ്സ് അലോ യൂസർ ടു ഇൻസേർട്ട് എന്താ പറയുക, ഡ്രോയിങ് ഒബ്ജക്ട്സ് ലൈക്ക് എന്താണ്, ഇവിടെ നമ്മൾ പറഞ്ഞു ചാർട്ട്സ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ന്യൂമറിക്കൽ ഡാറ്റ. നമ്മളൊരു ന്യൂമറിക്കൽ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ ന്യൂമറിക്കൽ ഡാറ്റയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് എവിടെ കിട്ടും, ഈ പറയുന്ന സിമ്പിൾ ആയിട്ട് നമ്മൾ കുറെ നമ്പേഴ്സ് ഇങ്ങനെ അടിച്ചു വെക്കുന്നു അല്ലേ, ഇയർ വൈസ് ആയിട്ടുള്ള കുറച്ച് കണക്കുകൾ ഇവിടെ കൂട്ടി വെച്ച് അതിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഗ്രാഫാക്കി മാറ്റുക, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനായി. അത് നമുക്ക് പൈ ചാർട്ടാക്കി മാറ്റാൻ പറ്റും, കോളം ചാർട്ടാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ കാൽക്കുലേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, MS Excel ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ഓഫീസ് കാൽക്ക്. നോക്കോ, നേരത്തെ പറഞ്ഞതാണ് ഓപ്പൺ ഓഫീസ് റൈറ്റർ ആണ് പറഞ്ഞത്. റൈറ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിന്, വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ എന്താ, കാൽക്കാണ്, കാൽക്കുലേഷന് വേണ്ടി. അത് ലോട്ടസ് 1, 2, 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആപ്പിൾ നമ്പേഴ്സ്, ആപ്പിളിനകത്ത് ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ, ഗൂഗിളിനകത്ത് ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇതെല്ലാം എന്താണ്, കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ എന്താണ്, കാൽക്കുലേഷൻ. ഇത് സോഫ്റ്റ്വെയർ ഇലക്ട്രോണിക്കലി നമ്മൾ എന്ത് ചെയ്യുക, സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കുക. സാധാരണ മാനുവൽ ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റിനെ നമ്മൾ ഇലക്ട്രോണിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യാണ് എന്ത് പറയുന്നത്, ഈ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, ആ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യും. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കേണ്ട മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ആണ്. ലോട്ടസ് 1, 2, 3 എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്, ഈ സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ട് പ്രസന്റ് ചെയ്യുന്നത് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സ്ലൈഡ്സ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് അത് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ലൈഡ് ഷോ ഇസ് നോൺ ആസ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. സ്ലൈഡുകൾ, ഇപ്പോൾ നമുക്കൊരു ലാർജ് ഓഡിയൻസ് ഉണ്ട്, ലാർജ് ഓഡിയൻസിന് മുമ്പിൽ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യും. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഇത്തരത്തിലുള്ള പ്രസന്റേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ട് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്, സ്ലൈഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ അലോ ദ യൂസർ പ്രിപ്പയറിംഗ് സ്ലൈഡ്സ് കണ്ടെയ്നിങ് പിക്ചേഴ്സ്, ടെക്സ്റ്റ്, ആനിമേഷൻ, വീഡിയോസ്, സൗണ്ട്സ്.
അപ്പോൾ സ്ലൈഡ്സിനകത്ത് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ലൈഡ്സിനകത്ത് പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ തന്നെ ആനിമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം, സൗണ്ട് ഇൻക്ലൂഡ് ചെയ്യാം, എന്താണോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാം. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രസന്റേഷൻ ഒരാളുടെ മുമ്പിൽ അല്ലെങ്കിൽ കുറേ ഓഫീസേഴ്സിന്റെ മുന്നിൽ, കുറേ ഓഡിയൻസിന്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈഡുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ആ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പം ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഈ പ്രസന്റേഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് MS ഓഫീസിലെ പവർ പോയിന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. MS ഓഫീസിനകത്തെ പവർ പോയിന്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ചോദിക്കും മൈക്രോസോഫ്റ്റിന്റെ പവർ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ ഈ പറയുന്ന സ്ലൈഡ്സ് എന്നാണ്. അതുപോലെ തന്നെ ഓപ്പൺ ഓഫീസ് ഇംപ്രസ്. ഈ ഓപ്പൺ ഓഫീസിന്റെ ഒക്കെ പ്രത്യേകത എന്നൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സ്ലൈഡുകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ലൈഡ് ഷോ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തത് വേർഡ് പ്രോസസ്സിംഗ് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്പ്രെഡ്ഷീറ്റ് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയാം ഡാറ്റാബേസ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുക ഒരു പ്രത്യേക സ്ഥലം. ഇപ്പം നമുക്കറിയാം, നമ്മൾ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഈ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ റിസൾട്ടൊക്കെ നോക്കാറില്ലേ? നിങ്ങൾ റിസൾട്ട് രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ എന്ത് വരും? റിസൾട്ട് വരും അല്ലേ? രജിസ്റ്റർ നമ്പർ 1001 എന്ന് അടിച്ച് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ റിസൾട്ട് വരും. പക്ഷേ ഈ റിസൾട്ടിനകത്ത് ഈ ഡാറ്റ ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്? ഒരു പ്രത്യേക സ്റ്റോറേജ് സ്പേസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും വളരെ വൃത്തിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഒരു റോസ് ആൻഡ് കോളംസ് ആക്കി ടാബുലാർ ഫോമിൽ ഒരു ഡാറ്റാബേസിനകത്ത് അടക്കി വെച്ചതാണ്. കൃത്യമായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റനെ കൃത്യമായിട്ട് എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യും കഴിയും. അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. Database is an organized collection of data arranged in tabular form. ഒരു ടാബുലാർ ഫോമിൽ ഡാറ്റയെ കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഇസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഇനി ഇവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? DBMS എന്നാണ് വെച്ചുള്ളത്. അപ്പോൾ ഈ DBMS അല്ലെ, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ത് ചെയ്തിരിക്കുന്നു? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഡാറ്റയെ ഒരു പ്രത്യേക സ്ഥലത്ത് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡാറ്റയെ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. നമ്മൾ കൊടുക്കുമ്പോൾ ആ ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുക. കൃത്യമായി ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡാറ്റാബേസ് സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് DBMS, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ DBMSന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഒന്നുകൂടി പറയാം, എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എവിടെയാണ്? DBMS ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് എന്താണെന്ന് ചോദിക്കും. ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ, അപ്പോൾ DBMS സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണെന്ത്? മൈക്രോസോഫ്റ്റിന്റെ ആക്സസ്, MS ആക്സസ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒറാക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ SQL ഉണ്ട്, SQL MySQL ഉണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള എന്തിനു വേണ്ടിയിട്ടാണ്? ദ പ്രൈമറി ഗോൾ ഓഫ് DBMS ടു പ്രൊവൈഡ് എൻവയോൺമെന്റ് ബോത്ത് എന്താണ്? കൺവീനിയന്റ് എഫിഷ്യന്റ് ആയിട്ട് ഡാറ്റ എന്ത് ചെയ്യുക? റിട്രീവ് ചെയ്യുക. നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ 1000 എന്നാണ് നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1000 രജിസ്റ്റർ നമ്പറുള്ള കുട്ടിയുടെ ഡാറ്റാബേസിൽ പോയിട്ട് ഡാറ്റ എടുത്ത് നമുക്ക് എന്ത് തരും? ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പോൾ ആ ഡാറ്റ കൃത്യമായി സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഗോൾ ഓഫ് DBMS. അപ്പോൾ DBMSന്റെ ഫുൾ ഫോം എന്താണ് മക്കളെ? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് DBMSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ടു പ്രൊവൈഡ് എൻവയോൺമെന്റ് ദാറ്റ് കൺവീനിയന്റ് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിട്രീവിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഡാറ്റാബേസ്.
ഡാറ്റാബേസ് ഇൻഫർമേഷൻ. ഡാറ്റാബേസിനകത്തുള്ള ഇൻഫർമേഷനെ കൃത്യമായ രീതിയിൽ എഫക്റ്റീവായ രീതിയിൽ സ്റ്റോർ ചെയ്യാനും അതിനെ ആക്സസ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, DBMS ഉപയോഗിക്കുന്നത്. അപ്പോൾ DBMS ഈസ് എ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് എന്ത്, DBMS എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഓഫ് DBMS എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആക്സസ് ഉണ്ട്, ഒറാക്കിൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ SQL ഉണ്ട്, MySQL. അപ്പോൾ ഇവിടെ DBMSന്റെ ഫുൾ ഫോം പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. DBMSന്റെ ഫുൾ ഫോം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്താ പറയുക, ഡാറ്റാബേസ് മാനേജ്. അപ്പോൾ ഡാറ്റാബേസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഡാറ്റാബേസ്? ഡാറ്റാബേസ് ഈസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ. എന്താ പറയുക, ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ അറേഞ്ച്ഡ് ഇൻ എ ടേബുലർ ഫോം. ഒരു കൃത്യമായ രീതിയിൽ ഡാറ്റയെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡാറ്റാബേസ്. ഈ ഡാറ്റാബേസിന് നമുക്ക് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുക. ഡാറ്റയെ കൃത്യമായ രീതിയിൽ എഫിഷ്യന്റ് ആയ രീതിയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DBMS ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ആണ്. മൾട്ടിമീഡിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൾട്ടിപ്പിൾ മീഡിയാസ് ആണ്. അതിനകത്ത് നമുക്കിപ്പോൾ VLC പ്ലെയർ നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ, VLC പ്ലെയറിനകത്ത് നമുക്ക് സിനിമ കാണാൻ പറ്റും, നമുക്ക് വോയിസ് കേൾക്കാൻ പറ്റും അല്ലേ, മ്യൂസിക് കേൾക്കാൻ പറ്റും അല്ലെ, അങ്ങനെയുള്ള ഇമേജ് വ്യൂ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒത്തിരി മൾട്ടിമീഡിയ എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് മൾട്ടിപ്പിൾ മീഡിയാസ് ആണ്. ദ ഫോം ഓഫ് മീഡിയ. വീഡിയോ ഉണ്ടാവാൻ വരും, അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ എല്ലാം വരും. എല്ലാ തരത്തിലുള്ള ഡാറ്റയെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. പ്രോസസ് ഇൻഫർമേഷൻ ഇൻ നമ്പർ ഓഫ് മീഡിയ ഫോർമാറ്റ്സ്. ഒരു വോയിസ് എഡിറ്റിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് മാത്രമല്ല, ഇമേജ് എഡിറ്റിംഗ് മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള ടെക്സ്റ്റുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് കാപ്പബിൾ ഓഫ് പ്ലേയിങ് മീഡിയ ഫയൽസ്. നോക്കൂ, സം മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ അലോ യൂസർ ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ഓഡിയോ ആൻഡ് വീഡിയോ ഫയൽസ് അല്ലേ. നമുക്ക് വീഡിയോ ഫയൽസുകളും ഓഡിയോ ഫയൽസുകളും ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ആര് സഹായിക്കുന്നുണ്ട്? മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. ഓഡിയോ കൺവേർട്ടേഴ്സ്, ഓഡിയോ പ്ലെയേഴ്സ്, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ എന്താണ്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. അപ്പോൾ മൾട്ടിപ്പിൾ ഫോം ഓഫ് മീഡിയനെ പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്ത് വിളിക്കാം, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇവിടെ VLC പ്ലെയർ, അഡോബി ഫ്ലാഷ്, റിയൽ പ്ലെയർ, മീഡിയ പ്ലെയർ ഇതെല്ലാം എന്താണ്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, മൾട്ടിമീഡിയ ഇസ് എ ഇന്റഗ്രേഷൻ ഓഫ് ഡിഫറെന്റ് മീഡിയാസ് ആണ്. മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് മീഡിയ ആണ്. വിവിധ തരത്തിലുള്ള മീഡിയകൾ, വിവിധ തരത്തിലുള്ള ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്തെ ജനറൽ പർപ്പസ്, ഒരു പെർട്ടിക്കുലർ ഏരിയക്കകത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, ടെക്സ്റ്റൽ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് പറഞ്ഞു. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, കാൽക്കുലേഷൻ ചെയ്യാൻ, ഡാറ്റ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. വേർഡ് പ്രോസസ്സിങ്ങിന് എക്സാമ്പിൾ ആണ് MS വേർഡ് എന്ന് പറയുന്നത്. സ്പ്രെഡ്ഷീറ്റിന്റെ എക്സാമ്പിൾ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ പറഞ്ഞു, അതുപോലെ തന്നെ ഓപ്പൺ ഓഫീസ് കാൽക്ക് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, നമ്മളൊരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്, സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. ഒരു ലാർജ് ഓഡിയൻസിന് മുന്നിൽ ഡാറ്റ പ്രസന്റേഷന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യങ്ങൾ എന്തെങ്കിലും അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ സ്ലൈഡ് ഷോസ് ഉണ്ടാക്കണം. അത്തരത്തിലുള്ള സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ, ഡാറ്റയെ കൃത്യമായ രീതിയിൽ സ്റ്റോർ ചെയ്ത് അതിനെ കൃത്യമായ രീതിയിൽ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ സ്റ്റോറിംഗ് ഇൻ എ പെർട്ടിക്കുലർ വേ. ഒരു പ്രത്യേക രീതിയിൽ ഡാറ്റ എന്ത് ചെയ്തിരിക്കുക, സ്റ്റോർ ചെയ്തിരിക്കുക. ആ ഡാറ്റയെ കൃത്യമായി റിട്രീവ് ചെയ്യാൻ നമ്മൾ ആര് സഹായിക്കും, DBMS സോഫ്റ്റ്വെയർസ് സഹായിക്കും. DBMSന്റെ ഫുൾ ഫോം പഠിക്കുക, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്പിൾ മീഡിയാസ് ആണ്. അതിനകത്ത് ഓഡിയോ വരും, ടെക്സ്റ്റ് വരും, ഇമേജ് വരും, ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരും. അപ്പൊ അത്തരത്തിലുള്ള ഡിഫറെന്റ് ഫോംസ് ഓഫ് മീഡിയാസിനെ ഡാറ്റാസിനെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞു VLC പ്ലെയർ, അഡോബി അല്ലെ. ഡാറ്റാബേസ് സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഇതിനകത്ത് പറഞ്ഞ സ്പെസിഫിക്, നമ്മൾ പറഞ്ഞു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഒന്ന് എന്താണ്, ജനറൽ പർപ്പസ് ആണെങ്കിൽ മറ്റൊന്നാണ് സ്പെസിഫിക് പർപ്പസ്. സ്പെസിഫിക് പർപ്പസ് എന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള
ഹൈലി സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഡിസൈൻ ചെയ്തിരിക്കുക അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ടാസ്ക്. ഇപ്പൊ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ്, ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് വേണ്ടിയിട്ട്, ഒരു മെഡിക്കൽ സ്റ്റോറിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, പേറോൾ സിസ്റ്റം. ഇതൊക്കെ എന്താണ്, ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ ഒരു ഓർഗനൈസേഷന്റെ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ഇസ് ഓൾസോ നോൺ ആസ് എന്താണ്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ. നമുക്ക് പറയാം സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് പറയാം, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്നും കൂടി വിളിക്കാം. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. നോക്കൂ നിങ്ങൾ, എ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ഈസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഫോർ ഹാൻഡിൽ എ പെർട്ടിക്കുലർ ടാസ്ക്, പെർട്ടിക്കുലർ ഏരിയ അല്ല, പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് എ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ആരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി യൂസർ. ഇപ്പൊ ഞാനിപ്പോൾ ഒരു കമ്പനി നടത്തുന്ന ആളാണ്, എനിക്കൊരു HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം വേണം. അപ്പോൾ ഞാൻ അവരോട് പോയി പറയുന്നു, എൻ്റെ ഇൻവെന്ററികൾ ഇതൊക്കെയാണ്, എൻ്റെ ഇൻവെന്ററികളെ എൻ്റെ സ്റ്റോക്കുകൾ ഇതൊക്കെയാണ്, എൻ്റെ ഇൻവെന്ററിനെ മാനേജ്മെന്റ് ചെയ്യാം. അപ്പോൾ അവർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ സോഫ്റ്റ്വെയറിനെ നമുക്ക് ഉണ്ടാക്കി തരും. അത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയും. എന്താ പറയാ, യൂസ്ഡ് ഫോർ എ സിംഗിൾ കസ്റ്റമർ, ഒരു സിംഗിൾ കസ്റ്റമർ, ഡെവലപ്ഡ് ഫോർ എ സിംഗിൾ കസ്റ്റമർ. അല്ലെ ഇപ്പൊ ഒരു ടീമിന് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുത്തുള്ളൂ, ഒരു സ്കൂളിന് വേണ്ടി, ആ സ്കൂളിന് ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതൊരു ആ സോഫ്റ്റ്വെയർ എന്താണ്, കസ്റ്റമൈസ്ഡ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ ആണ്. അത് വേറെ സ്കൂളിന് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഏരിയക്കകത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അങ്ങനെയുള്ള. ഇറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ദാറ്റ് കസ്റ്റമർ പെർട്ടിക്കുലർ പ്രിഫറൻസ് ആൻഡ് എക്സ്പെക്ടേഷൻ. ആ ഒരു കസ്റ്റമറിന്റെ പ്രിഫറൻസിനനുസരിച്ച്, ആ ഒരു കസ്റ്റമറിന്റെ സാധ്യതകൾക്കനുസരിച്ച് അയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പേറോൾ സിസ്റ്റം. നമുക്കറിയാലോ, സാലറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പേറോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. ഈ ഒരു ടോപ്പിക്കുകളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി മനസ്സിലായെന്ന് വിചാരിക്കണോ? അടുത്ത ക്ലാസ്സിൽ ഇനിയുള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.